അല്ല, അത് രണ്ട് കാര്യമാണ്. ഞാൻ ഈ അങ്ങ് പറഞ്ഞ ഓഡിയോ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേൾക്കാത്ത ഒരു ഓഡിയോയെ പറ്റിയിട്ട് ഞാൻ ഒരു കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല. ഇനി പോട്ടെ, അങ്ങയുടെ വാക്കിനെ പരിപൂർണമായി വിശ്വാസ്യതയിൽ എടുത്തിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ വിഷയം എന്താണ്? ഇന്നലെ പറഞ്ഞ വിഷയം ശ്രീ തരൂരിനെ പറ്റി വളരെ തെറ്റായൊരു വാർത്ത വരികയാണ്. അതായത് അദ്ദേഹത്തിന് മറ്റു രാഷ്ട്രീയ ഓപ്ഷനുകളുണ്ട്, കോൺഗ്രസ് അല്ലാതെ മറ്റ് രാഷ്ട്രീയ ഓപ്ഷനുകളുണ്ട് എന്ന് വാർത്ത വന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ശ്രീ തരൂര് പറഞ്ഞത് അങ്ങനെയല്ല. എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, അതോടൊപ്പം തന്നെ എൻ്റെ സമയത്തെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതാറുണ്ട്, ഞാൻ വായിക്കാറുണ്ട്, പ്രഭാഷണത്തിന് പോകാറുണ്ട്, ലെക്ചേഴ്സ് എടുക്കാറുണ്ട്. ഇതിനെല്ലാത്തിനും കൊണ്ട് എനിക്ക് സമയം തികയുന്നില്ല. ഐ ഹാവ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് എന്ന് പറഞ്ഞതിനെ എനിക്ക് പല രാഷ്ട്രീയ സംഘടനകളിലും ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ ആ തെറ്റായ ട്രാൻസ്ലേഷനെയാണ് ഞാൻ വിമർശിച്ചത്. പുതിയ വോയിസ് എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല. ഞാനത് കേട്ടിട്ടില്ല. അങ്ങ് പറഞ്ഞൊരു പ്രത്യേകമായിട്ടുള്ള ഭാഗം ഏതാണെന്ന് ഞാൻ കേട്ടിട്ടില്ല. അത് കേട്ടിട്ട് ഉറപ്പായിട്ടും അതിനെപ്പറ്റി പ്രതികരിക്കും. ഞാൻ ഇന്നലെ നടത്തിയ പ്രതികരണം ഒറ്റ ഭാഗം മാത്രമാണ്. നിങ്ങൾ എന്നോട് ചോദിച്ചൊരു വിഷയം, ശ്രീ ശശി തരൂരിന് മറ്റു പാർട്ടികളിലേക്ക് പോകുന്നു എന്ന തലത്തിൽ, എനിക്ക് അത്തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്ന തലത്തിൽ കൊടുത്ത വാർത്തകളെയാണ്. ഞാനത് ശരിയായില്ല. ഇങ്ങനെ ഒരു ചർച്ചകൾ നടക്കുന്നത് സ്വാഭാവികമായി ചർച്ചകളാണ് നടക്കുന്നത്. സ്വാഭാവികം ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അല്ലെങ്കിൽ അത് വരുന്നു, അപ്പോഴേക്കും തന്നെ ഇങ്ങനെയുള്ള വിവാദങ്ങൾ അത് പിറകോട്ടടിക്കില്ലേ പാർട്ടിയുടെ ഒരു ഇല്ല? പാർട്ടിക്ക്, അതായത് ഇപ്പം കേരളം ചർച്ച ചെയ്യുന്നത് എന്താണ്? കേരളം ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയായി ശ്രീ കെ സി വേണുഗോപാൽ വരണമോ, ശ്രീ വി ഡി സതീശൻ വരണമോ, ശ്രീ രമേശ് ചെന്നിത്തല വരണമോ, ശ്രീ ശശി തരൂർ വരണമോ എന്നൊക്കെയല്ലേ ചർച്ച ചെയ്യുന്നത്. ഞാനതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയായി 4 പേരല്ലേ തന്നെയും പിന്നെയും പറയുന്നത്. അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അതാണ് പറയുന്നത്, ശ്രീ സുകുമാരൻ നായർ അത് വേറൊരു ഭാഷയിൽ പറയുന്നു, സഭാ നേതാക്കന്മാർ മറ്റൊരു ഭാഷയിൽ പറയുന്നു, നിങ്ങൾ മാധ്യമപ്രവർത്തകർ വേറൊരു ഭാഷയിൽ പറയുന്നു. ഒറ്റൊരാൾ പോലും ഏതെങ്കിലും ഒരു CPM നേതാവിൻ്റെ പേര് ഓപ്ഷനായിട്ട് പറയുന്നില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസും CPM തമ്മിലാണല്ലോ ഫൈറ്റ് നടക്കുന്നത്. അപ്പോൾ 4ഓളം കോൺഗ്രസ് നേതാക്കന്മാർ മുഖ്യമന്ത്രി പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള നേതാക്കന്മാരാണെന്ന് പറയുന്നതിനകത്ത് വലിയ സന്തോഷമാണുള്ളത്. നമ്മുടെ അത്ര നേതൃനിര ശക്തമാണെന്നല്ലേ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ടെന്നുള്ളതിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. മാത്രമല്ല, എല്ലാ സമുദായ നേതാക്കന്മാരും മതമേലധ്യക്ഷന്മാരും ഒന്നല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവിനെയാണ് ആ സ്ഥാനത്ത് കാണുന്നതെന്നുള്ളത് വരാൻ പോകുന്നത് കോൺഗ്രസ് ഗവൺമെൻറ് ആയിരിക്കും, UDF ഗവൺമെൻറ് ആയിരിക്കും എന്നുള്ളതിൻ്റെ ശുഭസൂചനയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്.